എംബാപ്പേനെ കവടിട്ട് ഊക്കി കൊല്ലണ തന്തക്ക് തള്ളക്ക് എന്റെ ഒരു ഡ്രീം കം ട്രൂ മോം. അയ്യോ കട്ടി 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 കട്ടി. നമുക്ക് ആ സ്റ്റേഡിയത്തിൽ നിൽക്കുമ്പോ നമുക്ക് കിട്ടുന്നൊരു എനർജിയും ആ ഗൂസ് ബംസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പന്ത് തന്നെ കിട്ടി. ആ പന്ത് ഞാൻ ഇംഗ്ലീഷ് നമ്മളിപ്പോ ഇന്നുള്ളത് വേൾഡ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫുട്ബോൾ ക്യാമ്പസസ് എത്തിഹാദിന്റെ ഫ്രണ്ടിലാണ്. ഇന്ന് റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി സെക്കൻഡ് ലെഗ് റൗണ്ട് ഓഫ് 16. അത് കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ടിക്കറ്റ് ഇല്ല. നമ്മൾ കൂടെ വന്ന 2 കൂട്ടുകാർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവർ കളി കാണാൻ വേണ്ടി അകത്തേക്ക് കയറിയിട്ടുണ്ട്. സോ ഓൾറെഡി 3-0 ബാക്കിലാണ്. ഇന്നൊരു കംബാക്ക് ഉണ്ടാവുമോ ഇല്ലേ നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ഇതിലൊക്കെ ഇങ്ങനെ ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മെയിൻ സ്റ്റേഡിയം ആണ്. പിന്നെ ഇതിന്റെ ചുറ്റുവട്ടത്ത് തന്നെ 16 കൂടുതൽ ടർഫുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് എത്രയോ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിയാണ്. എന്താ പറയാന്, അതിന്റെ ബാക്കിൽ അക്കാഡമി സ്റ്റേഡിയം ഉണ്ട്. പിന്നെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്യൂരിറ്റി ഗാർഡ്സ്, ഗെയിം ഡേന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ആണത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ നമുക്ക് കുറച്ച് സ്റ്റേഡിയത്തിന്റെ കോർട്ട്യാർഡും കാര്യങ്ങളും എല്ലാം അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇതിവിടെയുള്ള മെയിൻ കാഴ്ചയാണ്. നമ്മളൊരു ഗെയിം ഡേന്റെ അന്ന് എക്സ്ട്രാ ഗാർഡ്സ് പോസ്. ഇത് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അകത്തേക്ക് കയറിയത് വേറൊരു എൻട്രൻസിലാണ്. അപ്പോൾ അവർ എബിയും കടുക്കനും അതിലേ കയറി. അവരെ ഗേറ്റ് അവിടെയാണ്. സ്റ്റേഡിയത്തിന് അകത്തേക്ക് കയറേണ്ടത്. നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇതിലേ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. എൻ്റെ കൂടെ ഉള്ളത് സുൽഫിക്കറലി. റയൽ മാഡ്രിഡ് ഫാൻസും അവരുടെ ബസ്സൊക്കെ കുറച്ച് മുന്നേ ഭയങ്കരമായ പോലീസ് അകമ്പടിയോടുകൂടി കുറച്ച് മുന്നേ ഇവിടെ എത്തിയിരുന്നു. നമുക്ക് ആ സീൻസ് കിട്ടിയില്ല. പിന്നെ ആണ് സോ ഇതാണ് മെയിൻ എൻട്രൻസ്. ഫാൻസൊക്കെ ജസ്റ്റ് ഇത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതൊരു എൻട്രൻസ് ആണ്. ഇതിലിങ്ങനെ കയറി ഇങ്ങനെ ഇതിങ്ങനെ കറങ്ങി 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 ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകും. റയൽ മാഡ്രിഡ് ഫാൻസിന്റെ എൻട്രി അല്ല. ഇവിടെ കാണുന്ന കുറെ, നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ കുറെ പേരുകൾ കാണാം, കുറെ ടെക്സ്റ്റ് കാണാം. അതെന്താണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് തന്നെ ഒഫീഷ്യൽ സപ്പോർട്ടേഴ്സ് ക്ലബ് ഉണ്ട്. പല ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ സിറ്റിസൺസ് കേരള, ഐ ആം ഫ്രം OSC സിറ്റിസൺസ് കേരള. സോ ആ ഓരോ OSCയുടെ ഓരോ സപ്പോർട്ടർ ക്ലബിൻ്റെയും പേര് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ കുറച്ചൊക്കെ വായിച്ചുതരാം. നേപ്പാൾ, നെതർലാൻഡ്സ്, ന്യൂഡൽഹി, പിന്നെ ഇറാഖി സ്കൈ ബ്ലൂ, ലാഗോ സിറ്റിസൺസ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള തന്നെ അത്രയും ബ്രാഞ്ചസ് അവിടെയുള്ളൊക്കെയുള്ള ബ്രാഞ്ചസിന്റെ നെയിം പല പില്ലറിന്റെ മുകളിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. സിറ്റിസൺസ് കേരളൻ്റെതും ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. കുറച്ച് ടാസ്ക്കാണ് കണ്ടുപിടിക്കാൻ. ഒന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കാം. സോ ഭയങ്കര ടാസ്ക്കാണ് പേര് കണ്ടുപിടിക്കാൻ. കാരണം ഇതാ ഒന്ന് കാണിച്ചു കൊടുത്താൽ സുൽഫി. വെസ്റ്റ് യോർക്ക്ഷയർ ഉണ്ട് ഇവിടെ താഴെ. പിന്നെ
ന്യൂ ജേഴ്സി, മുംബൈ, ഇങ്ങനെ പോയാൽ അതാ സിറ്റിസൺ കേരള കാണുന്നുണ്ട് സുൽഫി? സിറ്റിസൺ കേരള അത് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തടാ. ഇതാണ് മെയിൻ എൻട്രൻസ്, കോളിംഗ് ബെൽ സ്റ്റാൻഡ്. ഇതിലാണ് പ്ലേയേഴ്സും കാര്യങ്ങളും വരാൻ. ഇവിടെ ബസ് നിർത്തും സുൽഫി, ഇവിടെ ബസ് ഇങ്ങനെ വന്നിട്ട് ബസ് ഇവിടെ നിർത്തും. എൻ്റെ ഇവിടെ നിന്ന് അങ്ങനെയാണ് പ്ലേയേഴ്സൊക്കെ കയറാൻ. അവർ ഓൾറെഡി എൻട്രൻസ് കഴിഞ്ഞു. ഇനി നമുക്കിങ്ങനെ വെറുതെ സ്റ്റേഡിയം ഒക്കെ ചുറ്റിക്കണ്ട് എവിടെയെങ്കിലും ഇരുന്ന് കളയാൻ പറ്റും നോക്കാം. കാരണം നമ്മൾ രണ്ടാമത് ടിക്കറ്റില്ല. ടിക്കറ്റ്സ് ഒക്കെ സോൾഡ് ഔട്ട് ആണ്. നമ്മൾ മറ്റുള്ള ആൾക്കാർ പറഞ്ഞാൽ എം ടി ആവുന്നില്ല. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണേ കളി കാണാൻ വരണം, ഇറങ്ങണം, സ്റ്റേഡിയത്തിന്റെ അകത്ത് കയറണം. അന്നേരം മനസ്സിലാവും സിറ്റി സ്റ്റേഡിയത്തിന്റെ ആ ഒരു വലിപ്പവും ആ ഒരു ഫാൻസ് നിറഞ്ഞിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളും അന്നേരം കാണണം. പുറത്തുനിന്ന് പല ആൾക്കാരും പലതും പറയും. നിങ്ങൾ അങ്ങനെയല്ല, ഇന്നത്തെ ടിക്കറ്റ് ഒരു ടിക്കറ്റ് പോലും ബാക്കിയില്ല. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, നിങ്ങളെ ആ ഒരു എന്താ പറയുക, ഇഷ്ടപ്പെട്ട ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ സ്റ്റേഡിയത്തിൽ വരാം. അതൊരു അത്രയും ഒരു ഡ്രീമായിരുന്നു. ഞാൻ ഇങ്ങോട്ട് ഈ ഒരു കൺട്രി ചൂസ് ചെയ്യാൻ തന്നെ ഈ ഒരു ഫുട്ബോൾ ക്ലബിനോടുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഇഷ്ടമായിരുന്നു. നോർമലി നമ്മൾ എന്താ പറയുക, അബ്രോഡ് നോക്കുന്ന സമയത്ത് ഏത് കൺട്രി ചൂസ് ചെയ്യണം. ഞാൻ അങ്ങനെ ആ സമയത്ത് ഇതുപോലെ നോക്കുന്ന സമയത്താണ് ഞാൻ വേറെ എന്തിനും ആലോചിക്കാനൊന്നുമില്ല, ഇംഗ്ലണ്ടിൽ വരാം, മാഞ്ചസ്റ്ററോ അതിൻ്റെ പരിസരത്തോ അവിടെ നിൽക്കുക. ഞാൻ നിൽക്കുന്നത് ലീഡ്സിൻ്റെ അടുത്ത് ബ്രാഡ്ഫോർഡിലാണ്. അവിടെ നിന്ന് ഒരു 45 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്, 1 മണിക്കൂർ കൂടിപ്പോയാൽ. സോ ഞാൻ അങ്ങനെ അത് സെലക്ട് ചെയ്തു, ഈ ഒരു കൺട്രി സെലക്ട് ചെയ്തു. ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്തു. വന്നു, ഇവിടെ എത്തി, ആ ഒരു സ്വപ്നം പൂർത്തീകരിച്ചു. സോ എപ്പോൾ ആയാലും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാൽ ഐ ഫീൽ ലൈക്ക് ഹോം. എന്താ പറയുക, നമ്മളൊരു ഹോമാണല്ലോ, എൻ്റെ ഒരു ഹോം സ്റ്റേഡിയം ആണല്ലോ ഇത്. പിന്നെ നമ്മളെ OSC സിറ്റിസൺസ് കേരളയിലുള്ള ഒരുപാട് മെമ്പേഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ കളി കാണാൻ വന്നിട്ടുണ്ട്, ആ ബ്രാഞ്ച് മെമ്പേഴ്സൊക്കെ. ഇന്ന് കാണാം, എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇപ്പോൾ സ്റ്റേഡിയം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അവർ. ഓൾറെഡി വർക്കൊക്കെ പകുതിയായി. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ഒഴിവാക്കി ആ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്തത്. എന്നിട്ടിപ്പോൾ സിറ്റി സ്റ്റോർ വന്നിരിക്കുന്നത് ഇത് ഇവിടെയാണ്. നമുക്കിനി ഒന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ കാണിച്ചു തരാൻ നോക്കാം. ഒരുപാട് കാണിക്കാനുണ്ട് ഇവിടെ. ഇതൊരു മെയിൻ സ്റ്റേഡിയം മാത്രമാണ്. ഇതിൻ്റെ ചുറ്റും അണ്ടർ 13 ആയാലും അങ്ങനെ പല യൂത്ത് ടീമിൻ്റെതായാലും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേർഫ്സ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ കാണാൻ ഒരുപാടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റേഡിയം ഇതിൻ്റെ പരിസരം മാത്രം ചുറ്റിക്കറങ്ങി നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. ഇതിലെ VVIPs ഹോസ്പിറ്റാലിറ്റി ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ കയറുന്ന എൻട്രൻസ് ആണിത്. പ്ലേയേഴ്സ് കയറുന്ന സെയിം എൻട്രൻസ്. അവർക്ക് കുറേ ലക്ഷറി ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ആയിരിക്കും ടിക്കറ്റ് റേറ്റ് ഒക്കെ. അതൊരു പാക്കേജ് പോലെ ആയിട്ട് വരുന്നതാണ്. അതുമാത്രമല്ല, നാട്ടിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് ആൾക്കാർ കളി കാണാനായിട്ട് പാക്കേജും മുഖേന വരുന്നുണ്ട്. പക്ഷേ ഒരുപാട് പൈസയാവും, ലാക്സ് അങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് പല കൺട്രീസ് നിന്നൊക്കെ ആയിട്ട്. ഇനി നമുക്ക് സാധാരണക്കാർ കയറുന്ന സ്റ്റാൻഡിൽ അങ്ങോട്ടേക്ക് പോവാം. ദി ഗ്രേറ്റ് ട്രബിൾ. ഇത് കണ്ടോ, പ്രീമിയർ ലീഗ്, FA കപ്പ്, ചാമ്പ്യൻസ് ലീഗ്, ട്രിപ്പിൾ. പിന്നെ ഇവിടെ ചെറിയൊരു ഒഫീഷ്യൽ മെർച്ചൻഡൈസിന് ചെറിയൊരു കൗണ്ടർ ഉണ്ട്. നോർമലി അത് ഗെയിം ഡേക്കാണ് ഓപ്പൺ ആവാൻ, കാരണം അവിടുത്തെ റഷും കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം. ഇതുപോലത്തെ 2-3 ഒരു കൗണ്ടേഴ്സ് ഒരുപാട് സ്ഥലത്തുണ്ട്. ഏതൊരു ഫുട്ബോൾ ഫാൻ്റെയും വല്ലാത്തൊരു ആഗ്രഹമായിരിക്കുമല്ലോ.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫേവറേറ്റ് ക്ലബിൻ്റെ സ്റ്റേഡിയത്തിൽ വന്ന് കളി കാണാം. അതൊരു ചാമ്പ്യൻസ് ലീഗ് നൈറ്റൊക്കെ ആണെങ്കിൽ ഒന്നും പറയാനില്ല. ഞാനിവിടെ മുന്നേ റയലിൻ്റെ കൂടെയുള്ള ചാമ്പ്യൻസ് ലീഗിന് കാണാൻ വന്നായിരുന്നു, ഞാനും എബിയും. നമ്മൾ ട്രിപ്പിൾ അടിച്ച ആ ഒരു ഇതിൽ 4-0 നമ്മളവരെ തോപ്പിച്ചു, പഞ്ഞി കിട്ടും. ഇന്ന് 3-0 ബാക്കിൽ നിൽക്കുകയാണ്. ഇനി എന്താണെന്നറിയില്ല, കളി കഴിഞ്ഞാൽ കംബാക്ക് ഉണ്ടാവോ അല്ലെങ്കിൽ സോ അതാണ് ഇന്ന് നോക്കാം കംബാക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. കംബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു കാര്യമാണ്. എബി നല്ല പേടിച്ചിട്ടാണ് കളി കാണാൻ കരുതുന്നത്. എബിക്കൊരു ഫീലുണ്ട്, എബി റയൽ മാഡ്രിഡ് ഫാനാണ്. എബിക്കൊരു ഫീലുണ്ട് സിറ്റി കംബാക്ക് ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും നോക്കാം. കളി തുടങ്ങാൻ ഒരു 20 മിനിറ്റ്സും കൂടി ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് കളിയാനുള്ള സെറ്റപ്പ് ഉണ്ടോ എന്നും കൂടി നോക്കണം. സോ ഇപ്പം ജസ്റ്റ് ഒന്ന് സൈൻ ഔട്ട് ചെയ്യാണ്. ബാക്കി കളിക്ക് ശേഷം എന്തെങ്കിലും വിശേഷങ്ങളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കളി കാണാൻ പോകാൻ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. സോ സ്റ്റിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നൊക്കെ നമുക്കിത് കറങ്ങി കാണാമായിരുന്നു. അതായത് ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ സ്റ്റേഡിയം എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മളത് ഇറങ്ങിയിട്ടൊക്കെ തിരിച്ച് പുറത്തൂടെയൊക്കെ പോകേണ്ട ഒരു അവസ്ഥ അങ്ങനെ നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഇറങ്ങി ഒന്ന് പുറത്തേക്കെല്ലാം ഇറങ്ങി ഇങ്ങനെ ചുറ്റും വന്നത്. അതുകൊണ്ട് നമുക്ക് ബസ്, സിറ്റിയുടെ ബസ് വരുന്നതും റയലിൻ്റെ ബസ് വരുന്നതൊന്നും കാണാൻ പറ്റില്ല. ആ ബസ് പ്ലേയേഴ്സ് വരുന്ന പ്ലേയേഴ്സിൻ്റെ എൻട്രൻസ് ഭയങ്കര മിസ്സാണ്. കാരണം അതൊരു എന്താ പറയുക, അതൊരു ആ ഒരു സ്പോട്ടിൽ നമ്മൾ ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. നമ്മൾ ഡൗൺ ആയിട്ട് വന്നാണെങ്കിലും ടീം ബാക്കിലാണെങ്കിലും ടീം ഫ്രണ്ടിലാണെങ്കിലും അത് വേറെ തന്നെ ഫീലായിരിക്കും. കത്തും തീയും പുകയായിരിക്കും. സാർ താങ്ക് യു മാൻ. സോ അപ്പോൾ തൽക്കാലം ഇത്രേ ഉള്ളൂ. പിന്നെ ഞാനും സുൽഫിക്കറല്ലേ വീഡിയോ എടുക്കുന്നത്. സുൽഫിയും കൂടി ഒന്ന് വേറെ എവിടെയെങ്കിലും ഇരുന്ന് കളി കാണാൻ പറ്റുന്ന സെറ്റപ്പ് ഒന്ന് ഉണ്ടോ നോക്കട്ടെ. ബാക്കി എന്നിട്ട് നമുക്ക് അന്നേരം കാണാം. റയൽ മാഡ്രിഡ് ഫാൻസ് എന്തോ സീനാക്കിയിട്ട് ഇവിടെ ചെറിയൊരു കളി കഴിഞ്ഞു, ഇറങ്ങി, എന്തോ ഒരു പ്രശ്നം നടന്നു. സോ ഗൈസ്, കളി കഴിഞ്ഞു. സിറ്റി 2-1 തോറ്റു. ടോട്ടൽ 5-1 എഗ്രിഗേറ്റ് സ്കോറിൽ റയൽ മാഡ്രിഡ് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാവരും സ്റ്റേഡിയത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. സുൽഫി, നമുക്ക് അങ്ങോട്ട് പോയിട്ട് എബിനെയും അവർ കളക്ട് ചെയ്തിട്ട് വരാം. I'm happy. Oh. I'm happy. You're happy? Yeah. Come on, you can say something. I'm happy, bro. How's the game? It's good, bro. But I was expecting something else, but it's no, bro. I was expecting City to score at least 3 goals, but they played shit game. They tried as much as they can. They tried, but bro, the red card that affect the match, and that's the one. Otherwise, like, yeah. All the best for next Champions League. Barcelona is survive. സോ ഇതാ നമ്മളെ ടീം എത്തിയിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട്. അഞ്ച് ഒന്ന് അഗ്രിഗേറ്റ് 5-1. നല്ല കളി, വളരെ നല്ല കടുക്കൻ ചോദിക്കണേ. റെഡ് കാർഡ് ഇട്ട് ഇപ്പൊ ബെർണാഡോ സിൽവ എന്ത് കയറിയെന്ന്. അത്രയും നല്ല രീതിയിൽ കളിച്ചു. മൈക്കുണ്ടോ? ആണല്ലേ. സെക്കൻഡ് ഹാഫ് നീ പറ, എബി പറ, കളി എങ്ങനെ ഉണ്ടായിരുന്നു? ആളിന്റെ ഗോളി തൊട്ടടുത്ത് 5 സീറ്റ് അപ്പുറത്തോ പന്തിനെ കിട്ടി.
പന്ത് തന്നെ കിട്ടി. ആ പന്ത് ഞാൻ തൊട്ടു. മറ്റേ ഫൂഡ് എടാ പാമ്പേ കടുക്കണ അറിവ് കുറവാണ് ഫുട്ബോളില്. നമ്മൾ വെറുതെ വിടണം, അറിവ് പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് ടൈം പന്ത് വരുമ്പോൾ നീ പോക്കറ്റ് കയറ്റിക്കോ. അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഫുട്ബോളിൽ ഇടാൻ പോയിട്ട് ഒരു പന്ത് കിട്ടി കഴിഞ്ഞപ്പോ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ഞാൻ എടുത്ത് ഇവന്മാര് കുനിയാൻ പോലുള്ള എഫേർട്ട് എടുത്തില്ല. പേടിച്ചിട്ട് പന്ത് തിരിച്ചു കൊടുത്തു. ഞാൻ തിരിച്ചു കൊടുത്തു ഒബിയസ്ലി. ആ ഞാൻ തിരിച്ചെടുത്തു കൊടുത്തു. നേരെ എന്റെ കയ്യിലേക്ക് വന്നു. ഫോൺ അടിച്ചിട്ട് എടാ അവനാണ് അവിടെ നിന്ന് അടിച്ചോണ്ടിരുന്നത്. പോ മണ്ട എടാ, ഫോണിൽ അവിടെ നിന്ന് അടിച്ചോണ്ടിരുന്നത്. ഞാൻ പന്ത് മാത്രമേ കണ്ടുള്ളൂ, ക്ഷമിക്കണം. ഞാൻ പന്ത് വന്നത് കണ്ടി ഞാൻ തട്ടി. ഞാൻ നോക്കി കറക്റ്റ് നിലത്ത്. ഞാൻ നോക്കിയപ്പോ ആരും കുനിയണില്ല. ഞാൻ കുനിഞ്ഞു. പിന്നെ നിനക്കല്ല ആഗ്രഹം പന്ത് കൂടാതെ നിനക്ക് ഇത്ര ആഗ്രഹമാണെങ്കിൽ നീ കുഞ്ഞെടുക്കണായിരുന്നു. പന്ത് ഞാൻ ഇങ്ങനെ വന്നു, എന്റെ കൈ കൊണ്ട് എന്റെ കൈ കൊണ്ട് നേരെ നിലത്ത് വീണു. എബി, ആ പന്ത് തിരിച്ചു കൊടുത്തതിൽ എന്താ നിനക്ക് പറയാനുള്ളത്? അവിടെ ഒന്ന് തുടർന്നില്ലായിരുന്നു. പറഞ്ഞില്ലേ നിന്റെ ഫ്രണ്ടിലിരുന്ന ഒരർത്ഥം എന്ന് നിന്നെ തരണം. What are you doing, mate? You can keep it. You can keep it. Sorry, എന്റെ മിസ്റ്റേക്കാ. അജയമോൻ റയൽ മാഡ്രിഡ് ഫാനാണ്. ഫസ്റ്റ് റയൽ മാഡ്രിഡ് ഗെയിമാണ് അത്. എത്തിയാതിൽ വന്നിട്ടെങ്കിലും കാണാൻ പറ്റി. അപ്പോൾ അജയമോനോട് എന്താ പറയാനുള്ളത്? എനിക്ക് ടിക്കറ്റ് തന്ന റിസ്വാനിക്കോട് സ്പെഷ്യൽ താങ്ക്സ്. എൻ്റെ ഒരു ഡ്രീം കം ട്രൂ മോം. അയ്യോ കട്ടി ഇതെന്നെ വളരെ ആഗ്രഹിച്ച് ഞാൻ കണ്ടൊരു മാച്ചായിരുന്നു. ഞാൻ റിസ്വാനിക്കോട് ഒരു 3 കൊല്ലമായി ടിക്കറ്റ് ചോദിക്കണു. അപ്പോൾ ഇക്ക തരാമെന്ന് പറഞ്ഞ പറ്റിക്കലായിരുന്നു. ഇക്കയ്ക്ക് ആ കളി കാണാൻ പോകണമായിരുന്നു. അങ്ങനെ ഈ കൊല്ലം ഇക്കയുടെ ടിക്കറ്റ് പറഞ്ഞു, നീ എടുത്തോ, നീ പോയി കണ്ടോ. എൻ്റെ അടുത്ത് 3 കൊല്ലമായി നീ ചോദിക്കണു. എനിക്കതിൽ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് ഫോർ റിസ്വാൻ. അജയമോൻ പറഞ്ഞത് ഡ്രീം കം ട്രൂ. ഞാൻ ഇതുപോലത്തെ കാരണം കഴിഞ്ഞ ലിവർപൂൾ മാച്ച് കണ്ടതും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. കാരണം ഒരു 5 റോന്റെ ഡിഫറൻസിലാണ് പിച്ച് നിന്നിരുന്നത്. ഈ പ്രാവശ്യവും ഏകദേശം അങ്ങനെ തന്നെ നിന്നായിരുന്നത്. ഇത് എന്റെ അടുത്തിട്ട് പറഞ്ഞിട്ട് എന്തായാലും എന്റെ തന്നിട്ടൊരു കാര്യമില്ല. എനിക്ക് ഇതിനെ ഞാൻ ഏകദേശം അതിലെന്റെ 2ാമത്തെ ഗെയിം എക്സ്പീരിയൻസ്. പക്ഷെ ഇത്രയും ക്ലോസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുക. പിന്നെ കാഴ്ച എനിക്ക് കളിയെ പറ്റി ഒരു പിടുത്തമില്ല. ആ ടീമിലെ 3 പ്ലേയേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ആ വൈബ് ഇഷ്ടമാണ്. തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം. അത് കിട്ടണ ഒരു വൈബും ആ ഒരു രോമാഞ്ചവും ഒരു ആരവൊന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല കാശ്. കാരണം ഞാൻ എന്റെ വലിയ ഫാനല്ല. വലിയ ആരവൊന്നും ഉണ്ടായില്ല. എംബാപ്പേനൊക്കെ അവിടെ ഇട്ട് ഊക്കി കൊല്ലണേ. സിറ്റി ഡിഫൻസ് സിറ്റി നന്നായിട്ട് അറ്റാക്ക് ചെയ്തു കേട്ടോ. നന്നായിട്ട് അറ്റാക്ക് ചെയ്തു. സെർക്സി നല്ല കളി. ഫസ്റ്റ് ഹാഫിൽ സെർക്സി നല്ല കളിയായിരുന്നു. ഷെർക്കി എൻ്റെ ഷെർക്കി നല്ല കളിയായിരുന്നു. ഹാലണ്ടിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹാലണ്ട് ഒരു ഗോൾ അടിച്ചെങ്കിലും വേറെ ഒന്നും ഹാലണ്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്കു നല്ല കളിയായിരുന്നു. ഡോക്കുവിനെ പൂട്ടിയായിരുന്നു. ഡോക്കുവിൻ്റെ കയ്യിൽ വന്നിട്ട് 3 പ്ലേയേഴ്സ് കവർ ചെയ്യാൻ വന്നത്. അജയമോൻ ലിവർപൂൾ. നമ്മളിവിടെ ആയിരുന്നു. നമ്മളെ പഴയ മെമ്പറായിരുന്നു, പഴയ ഗ്രൂപ്പ് അംഗമായിരുന്നു. പിന്നെ നമ്മുടെ സുൽഫി നമ്മളൊപ്പം ഉണ്ട് ഇന്നും എബി ഉണ്ട്, കടുക്കൻ, പിന്നെ ക്യാമറമാൻ റിസാനോടൊപ്പം സൈനിങ് ഓഫ്. See you next time.